നമ്മളിൽ ശരിക്കും ഈ പറയുന്ന ഇപ്പം ജീവൻ എന്നുള്ളത് സയന്റിഫിക്കലി നമ്മളെ ഹാർട്ട് മിടിക്കുന്നിടത്തോളം നമുക്ക് പൾസ് ഉള്ളിടത്തോളം ആണ് സയന്റിഫിക്കലി നമ്മുടെ ജീവൻ. ആ, അല്ലാതെ ഉം, എന്താ പറയാ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ആത്മാവ് അല്ലെങ്കിൽ സോള് എന്നൊക്കെ പറയുന്നത് പുറത്തും പറയുന്നുണ്ട്. പുറത്തുണ്ട്. ഇത് ശരിക്കും പാരാനോർമൽ. എത്രത്തോളം റിയാലിറ്റി ആണെന്ന് പാരാസൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ശാഖ പറയുന്നുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇപ്പം ആത്മാവ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ എടുക്കാം. ആ. അപ്പം ഒരാളുടെ പ്രേതം എങ്ങനെ ഉണ്ടാവുക എന്നാണ് പൊതുവേ നമ്മളുടെ ഒരു കൾച്ചറൽ ഉം. സംഭവ പ്രകാരം നമ്മൾ പറയാ. ഒരാളെ ആശ തീരാതെ മരിച്ചു, അതെ അതെ അല്ലേ? അല്ലെങ്കിൽ ദുരാത്മാവാണ്. ദുരാത്മാവായി. നല്ല ആത്മാവുണ്ട്, ആ, ദുരാത്മാവുണ്ട്. നല്ല ആത്മാവ് ചിലപ്പം വിഷ്ണുവിങ്കൽ ലയിക്കും, ആ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകും. പല മതത്തിൻ്റെയും പല വിശ്വാസത്തിൽ അങ്ങനെയൊക്കെയാണ്. ഉം, പക്ഷെ ഒരാളെ നമ്മൾ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി മരിക്കുമ്പം ദുഃഖത്തോടെ മരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഉം. ആത്മാവ് പുറത്തിറങ്ങി പ്രശ്നമൊക്കെ ഉണ്ടാക്കുക, ഉണ്ടാക്കുക. അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴി, പോത്ത് ഇതിൻ്റെയൊക്കെ ആത്മാവ് തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. അത് ശരിയാണല്ലോ. ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം അവർക്കും ഉണ്ടാവുമല്ലോ വികാരവും വിചാരവും ആ, ഒക്കെ. പിന്നെ മറ്റേ നമ്മൾ പിന്നെ കൊതുക് ആരും വേണച്ചിട്ട് മരിക്കണവരും അല്ല, നമ്മൾ അല്ലല്ലല്ല, കൊല്ലണതാണ്. നമ്മൾ പോയി സെലക്ട് ചെയ്ത് ഈ കോഴി മതി ആ, എന്നൊക്കെ പറയും. അപ്പോൾ ആ കോഴി രാത്രി വന്ന് നമ്മളെ കൊത്തണ്ടേ? അത് ശരിയാണ്. അപ്പോൾ അതെന്താ ആത്മാവ് പുറത്തിറങ്ങാത്തത്? അറിയില്ല. അതൊരു ചോദ്യം. ആ, പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മുടെ ശരീരത്തിനകത്ത് കോടാനുകോടി മൈക്രോ ഓർഗാനിസം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ട് ഉണ്ട്. ജീവിക്കുന്നുണ്ട്, ആ, അല്ലേ? ആ, ഇവർക്കൊക്കെ ജീവനുണ്ട്. ആ, ജീവനാണ് ആത്മാവ്, ആ, ആണല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇവരൊക്കെ കുറച്ച് സമയം ജീവിക്കും. ആ, ഓ, ഇവരൊക്കെ മരിച്ചു പോയെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മളെ ബ്ലഡ് സെൽസ് ആ, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ആ, ഇപ്പം വയറ്റിനകത്ത് ഗട്ട് ആ, ബാക്ടീരിയാസ് ആ. ഉണ്ട്. ഇവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കാഞ്ഞു പോകും, അല്ലേ? അപ്പോൾ ഇവർക്കും ആത്മാവുണ്ട്, നമുക്കും ആത്മാവുണ്ട്. ഉം. അപ്പോൾ ഒരു ശരീരത്തിൽ എത്ര ആത്മാവുണ്ടാവും? കുറേ ഉണ്ടല്ലോ. പക്ഷെ പറയുന്ന പറഞ്ഞല്ലോ, അതെ. ഒരു സാധനം ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് പോകുന്നു, ആ, വേറൊരു സ്ഥലത്ത് കയറുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളന്ന് പക്ഷേ ഈ തന്ത്രത്തിൽ ഇതിങ്ങനെയല്ല പറയുന്നത്. ഉം, അതാണ് ഞാൻ പറഞ്ഞത്. അത് പൂർവ്വജന്മമായിട്ടും ജനറ്റിക്കലി കണക്റ്റഡ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഉം, ഉം, പക്ഷേ അല്ലാത്ത കുറേ സ്കൂൾ ഓഫ് തോട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് വേറൊരു രീതിയിലാണ് പറയുന്നത്. ഉം. സത്യത്തിൽ ഇതൊരു എന്താ പറയുക, മിഥ്യയായിട്ടുള്ളൊരു ധാരണയാണ്. ഇതിങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് പോയി കയറുക, അങ്ങനത്തെ ഒരു മെത്തേഡല്ല. ഉം.